നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രൂശിലേക്ക് നോക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ്. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി മാനവരെ മുഴുവൻ ക്ഷണിക്കുകയാണ്. Hallelujah. Behold, what manner of love the Father has given unto us, that we should be called the sons of God. വന്ന് കാൺമീൻ. ഒരു വലിയ കാഴ്ച കാണാനായിട്ട് യോഹന്നാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് ഈ കാഴ്ച? ഹല്ലേലൂയ. അത് ദൈവ സ്നേഹത്തെ കാണാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്. ഹല്ലേലൂയ. ദൈവസ്നേഹം കാണാൻ കഴിയുമോ? ഹല്ലേലൂയ. ബർന്നബാസ് പോയി ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഇതൊക്കെ കാണാൻ കഴിയുന്ന കാര്യമാണോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാത്രി നമ്മളെ ചിന്തിച്ചപ്പോൾ ദൈവമക്കളാകുന്നതിന്റെ ആ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. ഷാജിയുടെ ശുശ്രൂഷിച്ചല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നായ്ക്കുട്ടികൾക്ക് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് മക്കളായി തീരുവാൻ, അവകാശമുള്ളവരായി തീരുവാൻ, അപ്പത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ദൈവമക്കളാക്കി തീർത്ത ആ ദൈവത്തിന്റെ സ്നേഹം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒന്ന് വന്ന് കാണുവാനായിട്ട് പ്രൈസ് ദി ലോർഡ് ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് കാണേണ്ടത്? നമുക്കറിയാം, ശിഷ്യന്മാരിൽ വെച്ച് യോഹന്നാനാണ് പ്രൈസ് ദി ലോർഡ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറഞ്ഞത് 50 വാര അകലെ നിന്ന് കണ്ട ഒരേ ഒരു ശിഷ്യൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന് പോലും യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ആ മുഴുവനും ആ ഘോരത കാണാൻ കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. കാരണം 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടവും ഇരുട്ടുണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു സർജറി നടക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെന്നാൽ ഒരു സ്ഥലം എത്തുമ്പോൾ ചുവന്ന അക്ഷരത്തിൽ ബോർഡ് കാണാം, അവിടെ മേജർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് കാണാം. അതിനകത്തേക്ക് നമുക്ക് പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവിടെ വെച്ച് നമ്മളെ അങ്ങ് തടയും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കാണാൻ പ്രയാസമുള്ള കാഴ്ചയാണത്. ദൈവം യേശുക്രിസ്തുവിനെ ആ ക്രൂശു മരണം അത് സാധാരണ ജനങ്ങൾ കാണാൻ കഴിയില്ല. അതിനെ ഇരുട്ടിന്റെ തിരശീല കൊണ്ട് മറച്ചു. ഹല്ലേലൂയ. ആ ഇരുട്ടിൽ എന്തു നടന്നുവെന്ന് ലോകത്തിന് അറിഞ്ഞുകൂടാ. അവിടെ കർത്താവായ യേശുക്രിസ്തു ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടുകയായിരുന്നു. പക്ഷേ ആ ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഒരു ശബ്ദം മാത്രം ലോകം കേട്ടു. അതിപ്രകാരമാണ്, ഏലി ഏലി ലമ്മാ ശബക്താനി. ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നാൽ അത്രയെങ്കിലും കണ്ടത് യോഹന്നാൻ മാത്രമാണ്. ആ യോഹന്നാൻ ഹല്ലേലൂയ പറയുകയാണ്, ഈ കാഴ്ച നിങ്ങളൊന്ന് വന്ന് കാണണം. നമ്മൾ ദൈവമക്കളായി തീരുവാൻ ഹല്ലേലൂയ പിതാവ് കാണിച്ച സ്നേഹം ഇതെന്തൊരു സ്നേഹമാണ്! ഈ സ്നേഹം കാണാതെ ഈ ആയുസ്സിൽ നമ്മൾ കടന്നു പോകുവാൻ പാടില്ല. ഈ സ്നേഹം ഒന്ന് കണ്ടാൽ നമ്മൾ എത്ര സ്നേഹമുള്ളവരായി തീരും. ഇതൊന്ന് കണ്ടാൽ നമ്മൾ എത്ര ക്ഷമയുള്ളവരായി തീരും. നമ്മളിന്ന് ഒന്നിച്ച് ആരാധിക്കുമ്പോഴും ഒന്നിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്കിന്ന് കുറഞ്ഞു പോകുന്ന എന്താണെന്നറിയാമോ? സ്നേഹമാണ്. ഹല്ലേലൂയ. എന്നാൽ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിപ്പാനിടയായി തീരും. ആ ക്രൂശിന്റെ ദർശനം നമുക്ക് മായാതെ നിൽക്കട്ടെ. നാം ദൈവമക്കളായി തീരുവാൻ ഓ ഹല്ലേലൂയ കർത്താവ് കാണിച്ച സ്നേഹം ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ ആന്തരിക ദൃഷ്ടി അവിടേക്ക് നോക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മുടെ ആ ദൃഷ്ടിയുടെ ഫോക്കസ് മറ്റൊരു സ്ഥലത്തേക്ക് ഒന്ന് തിരിക്കുക. യേശു ക്രിസ്തു പറഞ്ഞു, ഹല്ലേലൂയ, ഇനി 4 മാസം കഴിഞ്ഞ് കൊയ്ത്തു വരുന്ന നിങ്ങൾ പറയുന്നല്ലോ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിനായി വെളുത്തിരിക്കുന്ന പാടങ്ങൾ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ ക്രൂശിലേക്ക് നോക്കിയാൽ പിന്നെ അവൻ നോക്കേണ്ട ഒരു കാഴ്ചയുണ്ട്.
അതെങ്ങോട്ടാണെന്നറിയാമോ? ഹല്ലേലൂയ, തല ഉയർത്തി കൊയ്ത്തിനായി വെളുത്തിരിക്കുന്ന പാടത്തിലേക്കാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. കൊയ്ത്തിനായി വെളുത്തിരിക്കുന്ന പാടങ്ങൾ. 4 മാസം കഴിഞ്ഞ് ഏപ്രിൽ പകുതിയോടെ വരുന്ന യവത്തിന്റെ കൊയ്ത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ ഉത്സാഹമുണ്ട്. എന്നാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിനായി വെളുത്തിരിക്കുന്ന പാടങ്ങൾ, ഹല്ലേലൂയ, അവിടേക്ക് നിങ്ങളൊന്ന് നോക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ക്രൂശിലേക്ക് നോക്കുന്ന ദൈവമക്കൾ തീർച്ചയായിട്ടും നോക്കേണ്ടത് ലോകത്തിൽ വിളഞ്ഞു കിടക്കുന്ന വയലിലേക്കാണ്. ഹല്ലേലൂയ. ആ ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഒറീസയിലൊക്കെയും പേപ്പട്ടിയെ പോലെ ദൈവമക്കളെ തല്ലിക്കൊല്ലുമ്പോൾ, ഹല്ലേലൂയ, പാകിസ്ഥാനിൽ വെടിവെച്ച് കൊല്ലുമ്പോൾ നാം സുരക്ഷിത സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ട് നാം അടങ്ങിയിരുന്നുകൂടെ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മുടെ ദൗത്യം നാം മറന്നു പോകരുത്. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഭൗതിക നന്മയുടെ കൊയ്ത്തിനെ കുറിച്ചുള്ള ആവേശം മാത്രം പോരാ. ഓ ഹല്ലേലൂയ, ലോക സുവിശേഷീകരണത്തെ കുറിച്ചുള്ള ആ ദർശനം ഏറ്റെടുക്കുവാൻ ദൈവസഭയെ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. അമേരിക്ക അതിന് വളരെ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ഇംഗ്ലീഷ് ഇതര ഭാഷകൾ സംസാരിക്കുന്ന 6 കോടി ജനങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വായിപ്പാനിടയായി തീർന്നു. സ്പാനിഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ചൈന ഭാഷയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണർവുണ്ടായാൽ ലോകത്തെ സുവിശേഷീകരിക്കാനുള്ള വിഭവങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് സുവിശേഷീകരണത്തിന് ദൗത്യം ഏറ്റെടുപ്പാൻ ദൈവസഭ മുന്നോട്ട് വരട്ടെ. ഹല്ലേലൂയ. അപ്രകാരം ഒരു ഉണർവിന് വേണ്ടി നമുക്ക് നമ്മെ സമർപ്പിക്കാം. ക്രൂശിലേക്ക് നോക്കാം, വിളഞ്ഞു കിടക്കുന്ന വയലിലേക്ക് നോക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.